ടി ജി നൂറ്റാണ്ടുകളായി ഭാരതത്തിലെ ഹിന്ദു സമൂഹം കാത്തിരുന്ന ഒരു നിമിഷമാണ്. അയോധ്യയിലെ രാമമന്ദിര നിർമ്മാണം പൂർത്തിയായി, ധർമ്മധ്വജമുയർന്നു. അപ്പോൾ അതൊരു ഒരുപാട് പോരാട്ടങ്ങളുടെയും ഒക്കെ ഒരു ചരിത്രമുണ്ട് അതിന്. ഈ ഒരു സന്ദർഭത്തെ എങ്ങനെ കാണും? അത് വലിയൊരു അപമാനമായിരുന്നു വാസ്തവത്തിൽ. സ്വതന്ത്ര ഭാരതത്തിൽ ഒരു രാമജന്മഭൂമിയിൽ ക്ഷേത്രം പണിയാൻ ഹിന്ദുക്കൾ കേസ് പറയുക, വഴക്കുണ്ടാക്കുക, സമരം ചെയ്യുക, അത് പിന്നെ പൊളിച്ചു കളയുക, ഇങ്ങനൊരു അവസ്ഥ വരാനേ പാടില്ല. അതൊരു സിവിലൈസേഷണൽ ക്വസ്റ്റ്യനായിരുന്നു. മുസ്ലിങ്ങൾ അത് അതിൻ്റെ റൈറ്റ് സ്പിരിറ്റിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവ കുഴപ്പമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. സൗത്ത് ആഫ്രിക്ക നോക്ക്, നെൽസൺ മണ്ടേല ദീർഘകാലം ജയിലിലൊക്കെ കിടന്നിട്ട് സൗത്ത് ആഫ്രിക്കൻസ് അധികാരം പിടിച്ചു. വെള്ളക്കാരായിരുന്നു, ഡച്ച് ഒറിജിനായ വെള്ളക്കാരൻ, ആഫ്രിക്കനേർ എന്ന് പറയുന്ന വെള്ളക്കാരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അസാമാന്യമായ ഓപ്പറേഷൻ അവിടെ ഉണ്ടായി. നെൽസൺ മണ്ടേല അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കറുത്ത വർഗ്ഗക്കാർ വെള്ളക്കാരോട് പകരം വീട്ടും എന്നുള്ള ഒരു അവസ്ഥ വന്നു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ തുറന്നുണ്ടായ വിഭജനവും സംഗതിയൊക്കെ വന്നു. ഭാരതം പാകിസ്ഥാൻ വേറെ വേറെ ആയപ്പോൾ ഉള്ള അന്തരീക്ഷം എന്താ? ഭാരതത്തിലെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ തിന്നുകളയും. ഇതായിരുന്നു പേടി, അതായിരുന്നു. അങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക ന്യൂനപക്ഷ അവകാശം, അത് അവകാശമല്ല സംരക്ഷണമാണെന്ന് കൊടുത്തത്. പിന്നീടാണത് അവകാശമാകുകയും പിന്നെ പദവിയാകുകയും പിന്നെ അവർ ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറുകയും ചെയ്യുന്ന അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു. സൗത്ത് ആഫ്രിക്ക ഇത് ഇല്ലാതാക്കിയത് ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ കമ്മീഷൻ ഇതുവരെ നടന്ന പാതകങ്ങൾ അത് ലിസ്റ്റ് ചെയ്തിട്ട് അത് സത്യമാണ്, ബട്ട് നമുക്കത് സമ്മതിക്കാം, അത് മറക്കാം, റീകൺസിലേറ്റ് ചെയ്യാം. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇതിന് തയ്യാറായില്ല. ഇങ്ങനൊരു ഐഡിയ തന്നെ ഇന്ത്യയിൽ പലരുമൊക്കെ പറഞ്ഞെങ്കിലും അത് വിലപ്പോയില്ല. ഹിസ്റ്ററിയിൽ ഞാനും എൻ്റെ പിന്തുടർച്ചക്കാരും വായുജിത്തിനെയും വായുജിത്തിൻ്റെ പിന്തുടർച്ചക്കാരെയും കണ്ടമാനം ഉപദ്രവിച്ചിട്ടുണ്ട്. ഒക്കെ കാലം കടന്നുപോയി. വായുജിത്തിൻ്റെ ആൾക്കാർ അധികാരത്തിൽ വരുന്നു, എൻ്റെ ആൾക്കാരുടെ പ്രഭാവം നശിച്ചുപോയി. ബട്ട് ഈ പണ്ട് ചെയ്തതിൻ്റെ പ്രതികാരം ചെയ്യണം എന്നൊരു തോന്നൽ വായുജിത്തിൻ്റെ ആൾക്കാർക്കുണ്ടാവും. അത് വീണ്ടും ഒരു വയലൻസിൻ്റെ സൈക്കിളിലേക്ക് പോവുള്ളൂ. അപ്പോൾ സംസ്കാര സമ്പന്നനായ ആൾക്കാർ എന്ത് ചെയ്യും? യെസ്, ഇങ്ങനെ ചെയ്തിരുന്നു, ഞങ്ങൾ സമ്മതിച്ചു, വി ആർ സോറി ഫോർ ദാറ്റ്, നമുക്ക് ഈ സൈക്കിൾ ഇവിടെ വെച്ച് നിർത്താം, എഗ്രീഡ്, ഞങ്ങൾ നശിപ്പിച്ച സ്ഥലങ്ങൾ ഞങ്ങൾ വിട്ടുതരാം, ബട്ട് പഴയ വൈരം അത് അവസാനിപ്പിക്കും. ഇതാണ് ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ എന്ന് പറയുന്നത്. ഇതിന് പണ്ടും മുസ്ലിങ്ങൾ തയ്യാറായില്ല, ഇന്നും തയ്യാറല്ല. മുസ്ലിങ്ങൾ തയ്യാറാണെങ്കിൽ ഇടതുപക്ഷം കയറി ഉടക്കി അവരെ സമ്മതിപ്പിക്കുകയില്ല. ഇതൊക്കെ ഈ രാമജന്മഭൂമി സമരകാലത്ത് നടന്നതാണ്. സത്യം ഏറെ അകലെയാണ് എന്ന് പറഞ്ഞിട്ട് എം.ജി.എസ്. നാരായണൻ മാതൃഭൂമിയിലൊരു ലേഖനം എഴുതി. എം.ജി.എസ്. നാരായണൻ അന്ന് ICHRൻ്റെ മെമ്പർ സെക്രട്ടറി, നമ്മുടെ ഇർഫാൻ ഹബീബ് അതിൻ്റെ ചെയർമാൻ്റെ തൊട്ടടുത്ത മുറിയാണ് എം.ജി.എസിൻ്റെ മുറി, മെമ്പർ സെക്രട്ടറിയുടെ മുറി. ചെയർമാൻ്റെ മുറിയിൽ സംസാരിക്കുന്നത് എം.ജി.എസിന് കേൾക്കാം. എം.ജി.എസ്. അത് ലേഖനമായിട്ട് എഴുതി. മുസ്ലിം സൈഡ് ഈ രാമജന്മഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, ബട്ട് വിട്ടുകൊടുക്കരുത്, ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത്, നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ, ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇർഫാൻ ഹബീബ് വാദിച്ച് അവരെ മാറ്റുന്നു. അൺറീസണബിളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണം, ഹിസ്റ്ററി ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുന്നു. ഇതെല്ലാം എം.ജി.എസ്. നാരായണൻ എഴുതി മലയാളത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ. ഇന്നത്തെ മാതൃഭൂമിയിൽ അത് അടിച്ചു വരില്ല. അന്ന് പക്ഷേ എനിക്ക് തോന്നുന്നു NV കൃഷ്ണവാര്യരൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ലേഖനം അടിച്ചു വന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്ത്യയിലെ അവസ്ഥ. ഈ അവസ്ഥ ഇപ്പോഴും കുറേ അധികം നിലനിൽക്കുന്നു. ഒരു ക്ഷേത്രം പണിത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോ സൈഡിലോ ഗോപുരത്തിലോ
കൊടി പൊക്കുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങില്ല. ബട്ട് ഇന്നത് അയോധ്യയിൽ ചെയ്യുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇവൻ്റ് ഉണ്ടാവാൻ കാരണം? ഞാനൊരു 3 മാസം മുമ്പ് അയോധ്യയിൽ പോയിരുന്നു. അതിഭയങ്കരമായ പൊടി പറക്കുന്ന വലിയ ജോലികൾ നടക്കുന്നു. ഫിനിഷിംഗ് ജോലികളാണ്, പുറത്താണ്, ബട്ട് പൊടി പറക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു ടാർഗറ്റ് വെച്ചിരിക്കും. എല്ലാ ആഴ്ചയും യോഗി ആദിത്യനാഥ് വരും പ്രോഗ്രസ് ചെക്ക് ചെയ്യാൻ. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ഡേറ്റിന് മുമ്പ് ബാക്കി വന്ന ജോലികൾ മുഴുവൻ, ക്ഷേത്രം പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പണിയാണല്ലോ. അതിൻ്റെ പുറത്തെ പ്രാകാരം, ഗോപുരം, അതിൻ്റെ അടിത്തറ, അതിൻ്റെ ചിത്രപ്പണി, അതിൻ്റെ തൂണുകൾ, വിശ്രമിക്കാനുള്ള സ്ഥലം, ഇതെല്ലാം ചേർന്നതാണ് ക്ഷേത്ര സമുച്ചയം. അപ്പോൾ ആ പണി മുഴുവൻ കഴിഞ്ഞിട്ടാണ് ഈ കൊടി പൊക്കുന്നത്. എന്തിന് കൊടി പൊക്കണം? എന്തിന് പ്രധാനമന്ത്രി അവിടെ പോകണം? പ്രതിഷ്ഠയ്ക്ക് പോയി, ശരി, അത് നിങ്ങളുടെ വലിയൊരു ഇതായിരുന്നു, അത് ചെയ്തു, അത് കഴിഞ്ഞല്ലോ. പിന്നെ ഈ കൊടി പൊക്കാൻ പോകേണ്ട കാര്യം എന്താ? ഭാരതീയ നാഗരികതയുടെ, ഇന്ത്യൻ സിവിലൈസേഷൻ്റെ ഒരു കൊടിയാണ് ഇന്ന് അയോധ്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭാരതത്തിൻ്റെ മൊത്തം നരേറ്റീവ് മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ള ഒരു കാവിക്കൊടി, അത് ശ്രീരാമൻ്റെ ജന്മസ്ഥാനത്ത് അയോധ്യയിൽ ഉയരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇവരുടെ ഇടതുപക്ഷത്തിൻ്റെ, കോൺഗ്രസിൻ്റെ ഒക്കെ സൈദ്ധാന്തികനുണ്ടല്ലോ, യോഗേന്ദ്ര യാദവ്. യോഗേന്ദ്ര യാദവ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. വേറൊരു ഇടതുപക്ഷ മതനിരപേക്ഷ അർബൻ നക്സലൈറ്റായ അജിത് അഞ്ജും അസാമാന്യ മോദി വിരോധിയാണ്. യോഗേന്ദ്ര യാദവാണോ അജിത് അഞ്ജുമാണോ മോദി വിരോധി എന്ന് ചോദിച്ചാൽ അജിത് അഞ്ജുവിൻ്റെ തട്ട് ഒരല്പം താണിരിക്കുക, അത്രയ്ക്ക് ആണ്. ഇയാൾ യോഗേന്ദ്ര യാദവിനോട് ചോദിക്കുന്നു, ബീഹാറിൽ തോറ്റ് നാശമായില്ല, BJP അടിക്കടി ജയിച്ചു വരുന്നു, എന്തെല്ലാം നോക്കി, വോട്ട് ചോരി, SIRനെ എതിർത്ത് നോക്കി, അത് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ യോഗേന്ദ്ര യാദവ് പറയുകയാണ്, ഭാരതത്തിൻ്റെ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ രംഗത്തെ നരേറ്റീവും വൺസ് ഫോർ ഓൾ BJP മാറ്റിക്കഴിഞ്ഞു. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ സാധാരണക്കാരൻ്റെ ഉടമസ്ഥൻ നമ്മളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. സാധാരണക്കാരൻ എങ്ങനെ ചിന്തിക്കണം എന്ന് നമ്മളവനെ പഠിപ്പിക്കുന്നു. ബട്ട് മോദി സാധാരണക്കാരൻ്റെ ചിന്തയോടൊപ്പം നിൽക്കുന്നു. കാരണം സാധാരണക്കാരൻ്റെ ചിന്തയാണ് ഭാരതീയ ചിന്ത. നമ്മളുടെ ഒരു ധാരണ, സാധാരണക്കാർ, പാവപ്പെട്ടവർ, അവർ അഷ്ടിക്ക് വകയില്ലാതെ അതിനു വേണ്ടി ഓടുകയാണ്. ആഹാരം, ഭക്ഷണമാണ് പ്രധാനം, ഭക്ഷണം പ്രധാനമാണ്. ബട്ട് മോദി മനസ്സിലാക്കി ഭക്ഷണത്തെക്കാൾ വലുതാണ് ആത്മാഭിമാനം, അവൻ്റെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ്, സമൂഹത്തിൻ്റെ നിലനിൽപ്പ് എന്ന് മോദി പണ്ടേ മനസ്സിലാക്കി. BJPക്കാർ അവർ ആ പോയിൻ്റിൽ തന്നെ ഉറച്ചു നിന്നു. നമ്മളെന്ത് ചെയ്തു? നമ്മൾ പാവപ്പെട്ടവന് വേണ്ടി ഞങ്ങൾ ചിന്തിച്ചോളാം, നീ വിശപ്പിന് ജോലി എടുത്താൽ മതി. അങ്ങനെയല്ല, അവന് അവൻ്റേതായ ചിന്തയുണ്ട്. നിങ്ങളുടെ ചിന്തയ്ക്ക് കീഴടങ്ങാൻ അവൻ തയ്യാറല്ല. അപ്പോൾ ഇപ്പോൾ യോഗേന്ദ്ര യാദവ് പറഞ്ഞു, രാഷ്ട്രവാദ, രാഷ്ട്രം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ BJP കയറി വരുന്നു ഇല്ലേ? എങ്ങനെ ഈ രാഷ്ട്രം BJP അടിച്ചുകൊണ്ട് പോയി? നമ്മൾ എന്തുകൊണ്ട് അവർക്ക് വാക്ക് ഓവർ കൊടുത്തു? അത് വലിയ പ്രശ്നമാണ്. യോഗേന്ദ്ര യാദവ് ചോദിക്കുന്നു, ഏകദേശം ഹിന്ദു എന്ന് പറഞ്ഞാൽ BJP എന്നുള്ളൊരു ഇക്വേഷൻ നിലവിൽ വന്നു. അതിന് നമ്മളും കൂടെ ഉത്തരവാദിയല്ലേ? നമ്മൾ വിട്ടുകൊടുത്ത് ഹിന്ദുവിനെ തള്ളി BJP ആക്കിക്കൊണ്ടിരുന്നു. നമ്മളിപ്പോഴും അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അജിത് അഞ്ജും ഞെട്ടിപ്പോയിട്ട് പറഞ്ഞു, യോയോ എന്നൊക്കെ വിളിക്കുക അവർ, യോഗേന്ദ്ര യാദവ് യോയാ, നിങ്ങളെന്താ, നിങ്ങൾ BJPക്കാരനെ പോലെ സംസാരിക്കുന്നില്ലോ. യോഗേന്ദ്ര യാദവ് പറഞ്ഞു, നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ അല്ലേ? രാഷ്ട്രം, രാജ്യസ്നേഹം, ആ മൂല്യങ്ങൾ, ഇതുപോലത്തെ വാക്ക് ആരെങ്കിലും ഉച്ചരിച്ചാൽ അയാൾ BJPക്കാരനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ബട്ട് സാധാരണക്കാരനെ സംബന്ധിച്ചോളം അയാൾ എൻ്റെ കാര്യം പറയുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നോർമൽ ഓർഡിനറി പേഴ്സൺ ഈസ് ഹിന്ദു ആൻഡ് ദെയർഫോർ ഹി ഈസ് BJP എന്നുള്ള ഇക്വേഷൻ വന്നിരിക്കുന്നു. അപ്പോൾ ഭാരതീയ ചിന്തയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പൊളിറ്റിക്സ്
BJP കൊണ്ടുവന്നു. BJPയിൽ അഴിമതിക്കാരില്ലേ? ഉണ്ട്. കഴിവ് കെട്ടവരില്ലേ? ഉണ്ട്. തല്ലിപ്പൊളികളില്ലേ? ഉണ്ട്. ബട്ട് BJP ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി അവർ ഭാരതത്തിൻ്റെ ചിന്തയോട് ചേർന്ന് നിൽക്കുന്നു. മറ്റ് കാര്യങ്ങളൊക്കെ സാധാരണ മനുഷ്യരുടെയൊക്കെ ഉണ്ടാകുന്നതാണ്. കള്ളനുണ്ട്, കൊള്ളക്കാരനുണ്ട്, കള്ളുകുടിയനുണ്ട്, പോക്കറ്റടിക്കാരനുണ്ട്. ബട്ട് ഇവനെ എല്ലാം ഉൾക്കൊണ്ട വലിയൊരു സമാജത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ഹിന്ദുവാണ്. നമ്മളതിനെ വർഗീയത എന്ന് പറയും. ബട്ട് സാധാരണക്കാർ അത് ഒരു സ്വാഭാവികമായ സംജ്ഞയായിട്ട് കാണും. ഇതാണ് പ്രതിപക്ഷത്തിന് സംഭവിച്ചത്. ഞാൻ ഈ കൊടിയിൽ ഞാൻ കാണുന്നത് നമ്മളുടെ സിവിലൈസേഷണൽ ഉയർത്തെഴുന്നേൽപ്പാണ്, ഭാരതത്തിൻ്റെ സാംസ്കാരികമായ ഉയർത്തെഴുന്നേൽപ്പ്. അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൻ്റെ പൊക്കത്തിൽ കൊടി കണ്ടിട്ടുണ്ടോ? കൊടി അങ്ങനെ ഇപ്പോൾ നമ്മൾ ഉത്സവത്തിന് കൊടിമരത്തിൽ ഒരു കൊടി കയറും എന്നുള്ളതല്ലാതെ അമ്പലത്തിൻ്റെ മുകളിലോ ഗോപുരത്തിൻ്റെ മുകളിലോ കൊടി വയ്ക്കുന്നത് ഒരു സ്വഭാവമല്ല നമ്മുടെ. ബട്ട് ഈ കൊടി അവിടെ വയ്ക്കാൻ കാരണം ഇതൊരു സാംസ്കാരിക പ്രതീകമായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ അതിനർത്ഥമൊന്നുമില്ല. എത്രയോ പേര് എത്രയോ കൊടി എവിടെയെല്ലാം വയ്ക്കുന്നു. കൊടിക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. ബട്ട് അയോധ്യയിൽ ഉയരുന്ന കാവിക്കൊടി, അതിൻ്റെ അർത്ഥം ഭാരതീയതയുടെ കൊടി അയോധ്യയിൽ, അത് അർഹപ്പെട്ട സ്ഥലമാണ് അയോധ്യ. ഡൽഹി തലസ്ഥാനമാണ്, ഇന്ദ്രപ്രസ്ഥമാണ്, അതിനപ്പുറത്ത് കുരുക്ഷേത്രമുണ്ട്. ഒരുപാട് പുണ്യസ്ഥലങ്ങൾ കൊണ്ട് നിറഞ്ഞ രാജ്യമായതുകൊണ്ടാണ് പുണ്യഭൂമി എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഓരോ അടിയും പുണ്യഭൂമിയാണ്. എവിടെ കാല് വെച്ചാലും അവിടെ ഒരു ദൈവമുണ്ട്. ദൈവങ്ങൾക്ക് അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളാണ്. അതുകൊണ്ടാണ് വലിയ ഹിമാലയത്തിലെ വലിയ ദൈവമാണ് മഹാദേവൻ, ശിവൻ. ബട്ട് ഇവിടെ വന്ന് നമ്മൾ വൈക്കത്തപ്പൻ എന്ന് വിളിക്കും, തിരുനക്കര അപ്പൻ എന്ന് വിളിക്കും, ഏറ്റുമാനൂർ അപ്പൻ എന്ന് വിളിക്കും. ഏറ്റുമാനൂരാണ് പുള്ളിയുടെ മേൽവിലാസം. ഏറ്റുമാനൂർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഹിമാലയത്തിലോ എല്ലാം പോകേണ്ടി വരും, ഏറ്റുമാനൂർ അപ്പന്. അപ്പോൾ ഈ സ്ഥലവും പുണ്യസ്ഥലമായിട്ട് ഇവരെല്ലാം ഇവരുടെ മേൽവിലാസം ആയിട്ട് ഭാരതം നിലനിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ സാംസ്കാരികമായ ഔന്നത്യത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും ഒരു ചിഹ്നമാണ് ഇന്ന് അയോധ്യയിൽ പൊങ്ങിയ കൊടി. അതൊരു സാധാരണ കൊടിയല്ല. കൊടി ആർക്കും എവിടെയും പൊക്കാം. അപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ രാമജന്മഭൂമി എന്ന് സഹസ്രാബ്ദങ്ങളായിട്ട് വിശ്വസിക്കുന്ന സ്ഥലത്ത് പൊങ്ങിയ കൊടി ഭാരതത്തിലെ അർബൻ നക്സൽസ്, വിഘടനവാദികൾ, മറ്റ് രീതിയിലുള്ള ദ്രോഹികൾ ഇവരുടെയൊക്കെ നെഞ്ചത്ത് കുത്തിയ പന്തം കൂടെയാണ് ആ കാവ്യ പതാക. കാവിക്ക് അഗ്നിജ്വാലയുടെ നിറമാണ്. അപ്പോൾ അത് അവർക്കുള്ള ഒരു താക്കീതും രാജ്യസ്നേഹികൾക്ക്, സിവിലൈസേഷനെ സ്നേഹിക്കുന്നവർ, നമ്മളുടെ ഭാരതത്തിലെ പോലെ ഒരു വൂണ്ടഡ് സിവിലൈസേഷൻ വേറെയില്ല. ഇത് ഇസ്ലാമിൽ തന്നെ ഒരുപാട് പേർക്കറിയാം. അവർ സിമ്പിൾ ടേംസിൽ ഇത് പറയുകയും ചെയ്യും. കേരളത്തിൽ ഇത് പറഞ്ഞ രണ്ടുപേരുണ്ട്. രണ്ടുപേരും നമ്മളുടെ ഈ ബ്രേവ് ഇന്ത്യയുടെ കാഴ്ചക്കാരുടെ ബദ്ധശത്രുക്കളാണ്. രണ്ടുപേരുടെ പേര് ഞാൻ പറയാം. ഒന്ന് ഒ. അബ്ദുള്ള, വേറൊന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ. ഈ രണ്ടുപേരും രാമജന്മഭൂമിയുടെ കോടതി വിധിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അത് ഹിന്ദുക്കളെയാണ് അവർക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞവരാണ്. ഒ. അബ്ദുള്ളയും പറഞ്ഞു, ഡോക്ടർ ഫസൽ ഗഫൂറും പറഞ്ഞു. ഡോക്ടർ ഫസൽ ഗഫൂർ ഈ ന്യായം പിന്നീട് കോടതി വിധി വന്നു കഴിഞ്ഞപ്പോഴും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അയോധ്യയിൽ പോയി നോക്കിയിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ തൊഴാൻ വരുന്നത്. അതൊരു മുസ്ലിം നഗരമല്ല, അതൊരു ഹിന്ദു നഗരമാണ്. മുസ്ലിങ്ങൾക്ക് എന്താ അവിടെ ഉള്ളത്? അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ട 3 പള്ളിയുണ്ട്, അത് 3ഉം ഭാരതത്തിലല്ല, പുറത്താണ്. അയോധ്യയിൽ മുസ്ലിങ്ങൾക്ക് എന്താ കാര്യം? അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന് തന്നെ വയ്ക്കുക. ബാബർ വെച്ചു, ആര് വെച്ചു, അത് വിട്ടുകൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത്രയ്ക്ക് ഹിന്ദുക്കൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് അയോധ്യ. ഇത് രണ്ടുപേരും സമ്മതിച്ചു. മുസ്ലിങ്ങളുടെ ഒരുപാട് പേര് ഇതിന് തയ്യാറാണ്. ട്രൂത്ത് ആൻഡ് റീകൺസിലിയേഷൻ, ഇത് നമ്മളുടെ
ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഡോക്ടർ കെ മുഹമ്മദ് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യൂ ആദ്യം. മുസ്ലിം ഭരണാധികാരികൾ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു, ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിച്ചിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുക. അത് സമ്മതിച്ചാൽ തന്നെ പാവം ഹിന്ദുക്കൾ സംപ്രീതരാകും. അയാൾ സമ്മതിച്ചല്ലോ, ഇനിയിപ്പോൾ അത് പൊളിക്കാൻ പോകണം എന്ന് പറയും. തെറ്റാണ് എന്ന് അയാൾ സമ്മതിച്ചാൽ പിന്നെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. ഇങ്ങനെ പറയുന്നവരാണ് ഹിന്ദുക്കൾ. ഇമ്മീഡിയറ്റ് നിങ്ങളുടെ ടെൻഷൻ കുറയും. പക്ഷേ അത് ചെയ്യാൻ കട്ടർ ഇസ്ലാം തയ്യാറല്ല, ഇടതുപക്ഷം ഇവരെ കൊണ്ട് ചെയ്യിക്കുകയുമില്ല. ഇടതുപക്ഷമാണല്ലോ അവരുടെ കംപ്ലീറ്റ് ബൗദ്ധിക ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്, പറയാതെ തന്നെ. ഇസ്ലാം കുറേ അധികം വിട്ടുകൊടുക്കുകയും ചെയ്തു. കാരണം അവർക്കൊരു ഇൻ്റലക്ച്വൽ സപ്പോർട്ട് ഫ്രം ദ അതർ സൈഡ് അവർക്ക് കിട്ടണം. അത് ഒരിക്കൽ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഇടതുപക്ഷത്തെ തിന്നുകളയും. ഓക്കെ, അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ഈ കമ്മ്യൂണിസം ഉത്ഭവിക്കുന്നത് ഭാരതത്തിലേക്ക്. അഫ്ഗാനിസ്ഥാനിലിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. പാകിസ്ഥാന് വേണ്ടിയിട്ട് അവർ വാദിച്ചു, പാകിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല. മലപ്പുറം ജില്ല അവർ കൊടുത്തു, മലപ്പുറത്ത് പേരിന് പാർട്ടി ഉണ്ടെന്നൊക്കെ പറയാം. ബേസിക്കലി അതൊരു മുസ്ലിം അഡ്ഡയായിട്ട് മാറി. അങ്ങനെ സ്വയം പിന്മാറിയും ആത്മഹത്യ ചെയ്തും ഇസ്ലാമിന് വഴിയൊരുക്കുന്ന ഒരു സ്വഭാവമാണ് ഇടതുപക്ഷത്തിൻ്റെ. ഇപ്പോഴും അവരത് അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല. ബട്ട് ഇതിനെതിരെ വരുന്ന ഒരു ഹിന്ദു നരേറ്റീവ്, അതിൻ്റെ അപ്രമാദിത്വത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇന്ന് അയോധ്യയിൽ നടന്നിട്ടുള്ളത്.